എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അരി ഉഴുന്നൊന്നും അരയ്ക്കാതെ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നല്ലൊരു നാടൻ ചട്നിയും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റായിട്ടുള്ള ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് 1 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. ഉപ്മാവ് റവയാണ്, വറുത്ത റവ. അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഒരു 10 മിനിറ്റായിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു 1/2 ഗ്ലാസ് അവൽ. റവ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് അവൽ. ഇതിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് നമുക്ക് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. രാവിലെ നമുക്ക് ദോശ തയ്യാറാക്കാം. വെളുത്ത അവൽ ആണെങ്കിൽ കൂടുതൽ കളർ കിട്ടും, ഏതാണെങ്കിലും എടുക്കാം. ഇനി നമുക്കതിലേക്ക് അതേ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് തേങ്ങ തിരുമ്മിയത് ചേർക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇനിയും അതേ ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. അരച്ചിട്ട് കുറേശ്ശെ ഒഴിച്ച് നോക്കി ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ടോട്ടൽ എനിക്കൊരു 1.25 ഗ്ലാസ് വെള്ളം വേണ്ടി വന്നത് കുറേശ്ശെ അരച്ചെടുത്ത് കഴിഞ്ഞപ്പം. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. രാത്രി കിടക്കുന്നതിന് മുന്നേ നമുക്കിതുപോലെ ഒരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് ഇനി ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. രാവിലെ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് വൈകിട്ട് ഡിന്നറിനൊക്കെ എടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് ഓവർനൈറ്റ് ചെയ്ത് ഞാനങ്ങ് വെക്കുകയാണ്. നെക്സ്റ്റ് ഡേ ആയി മോർണിംഗിൽ നമുക്കിതിനെ ഒന്ന് ആദ്യം അതിനുള്ളൊരു ചട്നി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് ചുമക്ക ആവുകയൊന്നും വേണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതിയാവും. ആവശ്യമുള്ള ഉപ്പും ചേർത്ത് തീ അല്പം കുറച്ച് വെച്ച് നമുക്ക് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കുക. തേങ്ങ കുറച്ച് മതി ഇതിന്. തേങ്ങ ചേർത്തതിന് ശേഷം അങ്ങനെ ഒരുപാടങ്ങ് മൂപ്പിക്കുകയൊന്നും വേണ്ട. അതിലേക്ക് 1 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. ഇതിന് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. നമുക്ക് ഒരുപാട് അങ്ങനെ ലൂസായിട്ടുള്ളൊരു ചട്നി അല്ലേ ഇത്, ഒരു തിക്കായിട്ടുള്ള ചട്നിയായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. വളരെ ഇൻഗ്രീഡിയൻസ് കുറവാണെങ്കിലും നല്ല സൂപ്പർ ചട്നിയാണ്. നോക്കണം നിങ്ങൾ കേട്ടോ. തേങ്ങയും കുറച്ച് മതി. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് അരച്ചെടുക്കാം. ചട്നി റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിന് കടുക് വറുക്കാം. കടുക് വറുക്കുമ്പോഴല്ല ഒരു സ്വാദ് ചട്നിക്കൊക്കെ വരുന്നത്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ കടുക് വറുക്കുന്ന പോലെ കടുക്, മുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് കടുക് വറുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട്. അതിലേക്കൊരു ഉണക്കമുളക് ചെറുതായിട്ട് മുറിച്ച് ചേർത്തു. കരിവേപ്പില, മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരല്പം കായം ചേർത്ത് കൊടുക്കാം. ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ അത് ചേർത്ത് നമുക്കതിലേക്ക് ഇനി ചേർത്ത് മിക്സ് ചെയ്യാം. ഇത്രയുള്ള നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇതുപോലെ തയ്യാറാക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് മാവൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. രാത്രിയിൽ അരച്ച് വെച്ചിരുന്ന മാവാണിത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർക്കാം. എനിക്കിതിന് വെള്ളം വേണ്ടി വന്നില്ല, കറക്റ്റായിരുന്നു. നമുക്കിനിയും ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. നെയ്യും എണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് ഞാനിത് ദോശയ്ക്കെടുക്കാറുള്ളത് എപ്പോഴും. ദോശക്കല്ല് ചൂടാവട്ടെ. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് നമ്മൾ എണ്ണ ആദ്യം തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കല്ല് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ച് ദോശ തയ്യാറാക്കാം. ഹോൾസൊക്കെ വന്നു കഴിഞ്ഞു. നമ്മളിതിനകത്ത് ഈസ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വളരെ നല്ല പഞ്ഞി പോലെയുള്ള ദോശയാണിത്. തീ അല്പം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശ തിരിച്ചിടാം. കണ്ടില്ലേ ദോശ? ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവും തയ്യാറാക്കിയെടുക്കാം. ദോശക്കല്ല് നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിം വയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് പരത്താൻ ശരിക്കും പറ്റുകയില്ല. ചൂട് കൂടുതലാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം എപ്പോഴും. നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, റവ കൊണ്ടുള്ള പാലപ്പം. വളരെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ വരുന്നതെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. തുടർന്നും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ദോശയെല്ലാം വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ദോശയും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയും തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ എല്ലാ വിലയേറിയ സപ്പോർട്ടും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഞാൻ അയക്കുന്ന നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വരുന്നതിന് ഇപ്പോൾ